السلام عليكم ورحمة الله وبركاته. عن عبد الله بن عمرو بن العاص رضي الله عنه أنه قال قال رسول الله صلى الله عليه وسلم لا يؤمن أحدكم حتى يكون هواه تبعا لما جئت به. ബഹുമാനികളെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, ലാ യുക്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും പൂർണ്ണ വിശ്വാസിയാവുകയില്ല, ഹത്താ യകൂന ഹവാഹു, അവന്റെ ആഗ്രഹങ്ങൾ ആകുന്നതുവരെ, തബഅൻ ലിമാ ജിഅ്തു ബിഹി, ഞാൻ കൊണ്ടുവന്ന ഒരു ദർശനത്തിനോട് തുടർന്നു വരുന്നതുവരെ നിങ്ങളിൽ ഒരാളും യഥാർത്ഥ വിശ്വാസിയാവുകയില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ബഹുമാനികളെ, ഇന്ന് റബീഉൽ അവ്വൽ ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുപിറവി കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ മാസം 1500 വർഷം പൂർണ്ണമാകുന്ന വേളയിൽ നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹദീസാണ് ഇത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരുന്നു, നിങ്ങളിൽ നിങ്ങളിൽ ഒരാളും പൂർണ്ണ വിശ്വാസിയാവുകയില്ല, ഹത്താ യകൂന ഹവാഹു, അവന്റെ ഹവ ആകുന്നതുവരെ, ആഗ്രഹങ്ങൾ ആകുന്നതുവരെ, തബഅൻ ലിമാ ജിഅ്തു ബിഹി, ഞാൻ കൊണ്ടുവന്ന ദർശനത്തിനോട് തുടർന്നു വരുന്നതുവരെ നിങ്ങളിൽ ഒരാളും യഥാർത്ഥ വിശ്വാസിയാവുകയില്ല. എന്താണ് ഈ ഹദീസിന്റെ താല്പര്യം? ബഹുമാനികളെ, നമ്മുടെ ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി നാം കാണിക്കുന്ന താല്പര്യം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ദർശനത്തിനോട് ഈ ഒരു സമീപനം നമുക്കുണ്ടോ എന്നാണ് നാം പരിശോധിക്കേണ്ടത്. ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കാനുള്ള നമ്മുടെ ആഗ്രഹം, വിശക്കുമ്പോൾ ഭക്ഷണത്തിനോടുള്ള നമ്മുടെ ആഗ്രഹം, ഉറക്കം വരുമ്പോൾ ഉറക്കത്തിനോടുള്ള നമ്മുടെ ആഗ്രഹം, ഇതൊക്കെ നിറവേറ്റുന്നതിന് വേണ്ടി നാം എത്രമാത്രം താല്പര്യം കാണിക്കുന്നുണ്ട്. ഈ ഒരു താല്പര്യമാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന ദർശനത്തിനോട് നമുക്കുള്ളത്? നാം ഇങ്ങനെ യാത്ര പോകുമ്പോൾ, ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ദാഹിച്ചാൽ, നമ്മുടെ അടുത്ത് വെള്ളമില്ലെങ്കിൽ വെള്ളം നാം അന്വേഷിച്ച് കണ്ടുപിടിക്കും. വിശന്നാലോ അടുത്ത ഹോട്ടൽ എവിടെയാണ് എന്ന് നാം പരതും. ഉറക്കം വന്നാലോ സൈഡാക്കിക്കൊണ്ട് ഉറങ്ങാൻ നാം ശ്രമിക്കും. എന്നാൽ ബാങ്കിന്റെ ധ്വനി കേട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സുന്നത്തായ ഒരു കർമ്മം ചെയ്യേണ്ട ഒരു കാര്യം വന്നാൽ, ഈ ഒരു താല്പര്യം നാം അതിനോട് കാണിക്കുന്നുണ്ടോ? ഇല്ല എങ്കിൽ നമ്മുടെ ഈമാനിന്റെ അവസ്ഥ എന്താണ് എന്നാണ് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല ഈമാനിന്റെ വക്താക്കളിൽ നമ്മെ എവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തനുസരിച്ച് ജീവിക്കുന്ന നല്ല മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞവർക്കെല്ലാം അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. നാമുമായി ബന്ധപ്പെട്ടവർ പലരും പലവിധ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. അള്ളാഹു തആല അവർക്കെല്ലാം പൂർണ്ണമായ ശിഫ നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.